ഹായ് വെൽക്കം ടു ബേക്സ് ആൻഡ് ബ്ലോഗ്സ് ബരാഷ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ദിയാകൃഷ്ണൻ ഉണ്ടാക്കാറുള്ള ബ്രിഞ്ചോൾ ഫ്രൈ. ഞാൻ വെരി റെയർ ആയിട്ട് ഞാൻ കത്രിക്ക ഫ്രൈ കഴിക്കാറുള്ളൂ, അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഈ വീഡിയോ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ക്ലിപ്സ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ നോക്കണമല്ലോ എന്ന്. വെരി ഈസി, പക്ഷേ പൊളി സാധനമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെരി സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങളെല്ലാവരും ദിയാകൃഷ്ണൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സോ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാനും ഇവിടെ യൂസ് ചെയ്തത്. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, മീറ്റ് മസാല, ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ലെമൺ ആണ്. പിന്നെ അത് ബട്ടറിലാണ് പൊരിച്ചെടുക്കുന്നത്. എൻ്റെ റബ്ബേ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. വെള്ളം ചേർക്കാമെന്ന് ദിയാകൃഷ്ണ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് വന്നതെന്നും തോന്നുന്നു. കാരണം നമുക്ക് ഓൾവേസ് കോക്കനട്ട് ഓയിലിൻ്റെ ഒരു രുചി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതെല്ലാം ചേർത്ത് നല്ലപോലെ ഇതിനെ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് പുരട്ടി എടുത്തിട്ട് ഇനി ഫ്രൈ ചെയ്യുന്നതിലാണ് അതിൻ്റെ രുചി എൻഹാൻസ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ. ബിക്കോസ് ഇത് ബട്ടറിലാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതൊരു ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യസ്തത വരുത്തുന്നത് അത് വൺ ഓഫ് ദ ഫാക്ടറാണ്. അപ്പോൾ പ്രോസസ്സൊക്കെ വെരി സിമ്പിൾ, ഈസിയാണ് കുക്ക് ചെയ്തെടുക്കാനെന്ന് എനിക്ക് തോന്നിയത്. കാരണം ആകെ എല്ലാം കൂടി ഒരു മേക്കിംഗ് ടൈം ഒരു 10-20 മിനിറ്റ്, കുക്കിങ്ങും നമ്മുടെ മാരിനേഷനും എല്ലാം കൂടി. കാരണം ബ്രിഞ്ചോൾ അധികം കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യമായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ഐറ്റംസ് ഐ ഹാവ് എവർ ട്രൈഡ്. അടിപൊളി സാധനമായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബ്രിഞ്ചോൾ ഇഷ്ടമില്ലാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.